തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ പ്രസവ ശസ്ത്രക്രിയാ പിഴവിൽ ജീവിതം വഴിമുട്ടി ഹസ്ന ഫാത്തിമ. ഇതുവരെ 5 ശസ്ത്രക്രിയകളാണ് ഹസ്നയ്ക്ക് ചെയ്യേണ്ടി വന്നത്. ഇനി 2 ശസ്ത്രക്രിയകൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ചികിത്സാ ചെലവെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ഇന്ന് 5 ദിവസം ഡ്രസ്സ് ചെയ്ത് ആന്റിബയോട്ടിക്സ് എടുക്കുക, തിങ്കളാഴ്ച സർജനെ കാണിക്കാനായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. ഇവിടെയും ആരോപണ വിധേയ നെടുമങ്ങാട് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ബിന്ദു സുന്ദറാണ്. പ്രസവ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം കഴിഞ്ഞ 7 മാസങ്ങളായി ഹസ്ന അനുഭവിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ്. എനിക്ക് പൂർണ്ണമായിട്ടും സുഖമായിട്ടില്ല. സ്റ്റാപ്ലെയർ ഉള്ളിൽ മടക്കി സ്റ്റാപ്ലെയർ അടിച്ചു വെച്ചിരുന്നു കുടലിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് അവിടെ ഇൻഫെക്ഷൻ ആയതും ഈ മലം അകത്തും കൂടെ പോയി കെട്ടിക്കിടന്നു. അങ്ങനെയാണ് പഴുത്ത് ഇതായെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നാണ് ഇപ്പം 5ാമത്തെ ശസ്ത്രക്രിയ ഇപ്പം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്ക് പിന്നാലെ സംഭവത്തിൽ DMO തല അന്വേഷണം ആരംഭിച്ചു. 2 തവണ ആശുപത്രിയിലേക്ക് മൊഴിയെടുക്കാനായി വിളിപ്പിച്ചു. പക്ഷേ അന്വേഷണത്തിന് പിന്നീട് തുടർചലനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഹസ്ന പറയുന്നത്. അന്ന് 2 വട്ടം മൊഴിയെടുക്കാൻ വേണ്ടി അവർ വിളിപ്പിച്ച് മൊഴിയെടുത്ത് അതിനുശേഷം പിന്നെ ഒന്നും നമുക്കറിയാൻ വയ്യ. ഒരിക്കലില്ല. എൻ്റെ മോൻ എനിക്കിതുവരെ ഒന്ന് കൈകൊണ്ടെടുക്കാനോ അവന് മുലപ്പാൽ കൊടുക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. അവനിതായിപ്പോൾ അവന് സുഖമില്ലാതിരിക്കുകയാണ്. എന്നിട്ട് പോലും എനിക്ക് അവൻ്റെ കാര്യം നോക്കാനോ എടുക്കാനോ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. ഇനിയുള്ള ശസ്ത്രക്രിയകൾക്കും തുടർ ചികിത്സകൾക്കുമായി വലിയ തുക തന്നെ വേണ്ടിവരും. നിലവിൽ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷയും വിറ്റാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.